അനുഗ്രഹീതമായിട്ടുള്ള സ്വരമാധുര്യവും ആലാപന സിദ്ധിയുമായി ശ്രോതാക്കളുടെ ഹൃദയത്തിൽ കൂടുകൂട്ടിയ തെന്നിന്ത്യൻ വാനമ്പാടി എസ് ജാനകി അന്തരിച്ചു. മൈസൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയായിരുന്നു അന്ത്യം. തദ്ദേശീയവും വിദേശീയവുമായിട്ടുള്ള 20ഓളം ഭാഷകളിൽ 10,000കണക്കിന് പാട്ടുകളാണ് ജാനകി അമ്മ നമുക്ക് വേണ്ടി പാടിത്തന്നത്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ 1938 ഏപ്രിൽ 23-നായിരുന്നു ജാനകി അമ്മയുടെ ജനനം. പിതാവ് ശിസ്തില രാമമൂർത്തി ആയുർവേദ ഡോക്ടറായിരുന്നു. മാതാപിതാക്കൾ ചെറുപ്പത്തിലെ തന്നെ മരിച്ചു. അമ്മാവനായ ഡോക്ടർ ചന്ദ്രശേഖറിന്റെ സംരക്ഷണയിലാണ് ജാനകി പിന്നീട് വളർന്നത്. ചെറുപ്പം മുതലേ തന്നെ ജാനകി അമ്മയ്ക്ക് സംഗീതവാസന ഉണ്ടായിരുന്നെങ്കിലും ചില ഹ്രസ്വകാല പഠനങ്ങൾ ഒഴികെ ശാസ്ത്രീയ സംഗീതം ആഴത്തിൽ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. 1956 ആകാശവാണി നടത്തിയ അഖിലേന്ത്യാ സംഗീത മത്സരത്തിൽ പങ്കെടുത്ത് 2ാം സ്ഥാനത്തിന് അർഹയായപ്പോഴാണ് ജാനകിക്ക് സംഗീത ലോകത്തിലേക്ക് വഴി തുറക്കുന്നത്. രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ജാനകിക്ക് അന്ന് പുരസ്കാരം നൽകിയതും. 1957 മദ്രാസിലെ AVM സ്റ്റുഡിയോയിൽ ജോലി ലഭിച്ചു. പ്രശസ്ത സംഗീത സംവിധായകൻ ചലപതി റാവുവിന് വിധീൻ വിളയാട്ടെ എന്ന തമിഴ് ചിത്രത്തിൽ പാടിയാണ് ജാനകി ചലച്ചിത്ര സംഗീത ലോകത്തേക്ക് കടക്കുന്നത്. ചിത്രം പുറത്തേക്ക് ഇറങ്ങിയില്ല. പക്ഷേ മലയാളം ഉൾപ്പെടെ 6 ഭാഷകളിൽ പാടുവാൻ ആ വർഷം തന്നെ ജാനകി അമ്മയ്ക്ക് ഇതുകൊണ്ട് സാധിച്ചു. 1957 പുറത്തിറങ്ങിയ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയോ എൻ വഴിയിൽ എന്ന ഗാനമാണ് മലയാളത്തിൽ ആദ്യമായി പാടുന്നത്. 62 പുറത്തിറങ്ങിയ കൊഞ്ചും ചിലങ്കൈ എന്ന തമിഴ് ചിത്രത്തിൽ ജാനകി പാടിയ ശിങ്കാരവേലനെ ദേവ എന്ന പാട്ട് തെന്നിന്ത്യൻ സംഗീത ലോകത്തെ ആകെ മാറ്റിമറിച്ചു. സിനിമാ സംഗീത മേഖലയിൽ ജാനകി തന്റെ സ്ഥാനം ഇതോടുകൂടി അരക്കിട്ട് ഉറപ്പിക്കുകയും ചെയ്തു. മലയാളത്തിലെ ഒട്ടുമിക്ക സംഗീത സംവിധായകർക്ക് വേണ്ടിയും ജാനകി പാടിയിട്ടുണ്ടെങ്കിലും MS ബാബുരാജിന്റെ ഈണങ്ങളിലൂടെയാണ് ജാനകിയുടെ സ്വരമാധുരി മലയാളികൾക്ക് ഏറ്റവും അധികം അനുഭവവേദ്യമായത്. തളിരിട്ട കിനാക്കൾ തൻ, അഞ്ജന കണ്ണെഴുതി, സൂര്യകാന്തി, ഒരു കൊച്ചു സ്വപ്നത്തിൻ, താമരക്കുമ്പിളിലല്ലോ മമ ഹൃദയം തുടങ്ങിയ ഗാനങ്ങളെല്ലാം തന്നെ ഇപ്പോഴും ഈ ഒരു തലമുറയിൽപ്പെട്ടവർക്ക് ഉൾപ്പെടെ ഏറെ ഹൃദയഹാരിയായിട്ടുള്ള ഗാനങ്ങളാണ്. ദക്ഷിണേന്ത്യൻ ഭാഷകൾക്ക് പുറമെ ഹിന്ദി, ബംഗാളി, പഞ്ചാബി, ഒഡിയ, ഇംഗ്ലീഷ്, സംസ്കൃതം, കൊങ്ങിണി, തുളു തുടങ്ങിയ ഭാഷകളിലും ജാനകി പാടിയിട്ടുണ്ട്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് 4 തവണ എസ് ജാനകിക്ക് ലഭിച്ചു. ഓപ്പോൾ എന്ന സിനിമയിലെ ഏറ്റുമാനൂർ അമ്പലത്തിൽ എന്ന് തുടങ്ങുന്ന പാട്ടാണ് 1981 ദേശീയ അവാർഡിന് ജാനകിയെ അർഹയാക്കിയത്. 2 തവണ തമിഴ് ഗാനങ്ങളും 1 തവണ തെലുങ്കുമാണ് അവർക്ക് ദേശീയ പുരസ്കാരം സമ്മാനിച്ചത്. മികച്ച ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന അവാർഡ് 11 തവണയും ആന്ധ്ര സർക്കാരിന്റെ അവാർഡ് 10 തവണയും തമിഴ്നാട് സംസ്ഥാന അവാർഡ് 7 പ്രാവശ്യവും മികച്ച ഗായികയ്ക്കുള്ള ഒഡീഷ സർക്കാരിന്റെ അവാർഡ് 1 തവണയും ജാനകി അമ്മയ്ക്ക് ലഭിച്ചു. 2017 ഒക്ടോബറിൽ മൈസൂരിലെ മാനസ ഗംഗോത്രി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലായിരുന്നു എസ് ജാനകിയുടെ അവസാന സംഗീത നിശ. ഇനി പൊതുവേദിയിൽ പാടില്ലെന്ന് അവർ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. ജാനകിയുടെ അവസാന സിനിമാ ഗാനവും മലയാളത്തിലുള്ളതായിരുന്നു. 2016 പുറത്തിറങ്ങിയ 10 കൽപ്പനകൾ എന്ന ചിത്രത്തിൽ.